+1 ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വൺ വേർഡുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാഠം ഭരണഘടന എന്തുകൊണ്ട്, വൈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ചോദിക്കാവുന്ന സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഭരണഘടനയുടെ ധർമ്മം. എന്താണ് ഭരണഘടന? ഇറ്റ് ഈസ് ദ ബേസിക് ലോ ഓഫ് ദ ലാൻഡ്. ഒരു രാജ്യത്തിലെ അടിസ്ഥാന നിയമങ്ങളെ പറയുന്ന പേരാണ് ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്, ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ദ ടെമ്പററി ചെയർമാൻ ദറ്റ് വാസ് സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനയുടെ താൽക്കാലിക അധ്യക്ഷൻ. സ്ഥിരം അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ദ പെർമനൻറ്റ് ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ഡേറ്റ് 1949 നവംബർ 26 ദാറ്റ്സ് ഡേ വി സെലിബ്രേറ്റ് ആറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ആ ദിവസം നമ്മൾ ഭരണഘടനാ ദിനമായി അംഗീകരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. മറ്റൊന്നാണ് ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അവതരിപ്പിച്ചതാര്? നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ 1946 ഡിസംബറിൽ ചേർന്ന ആദ്യ യോഗത്തിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ജവഹർലാൽ നെഹ്റുവാണത് അവതരിപ്പിച്ചത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ദാറ്റ് വാസ് ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. പിന്നെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാജ്യങ്ങളും സാധാരണ ചോദിക്കാണ്ടത് മാച്ച് ദ ഫോളോയിങ്ങിലാണ് വരാറ്. ഒന്ന് ബ്രിട്ടീഷ് ഭരണഘടന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയങ്ങൾ, റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച, പിന്നെ തെരഞ്ഞെടുപ്പിലെ FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതുപോലെ പാർലമെൻ്ററി സിസ്റ്റം, സ്പീക്കർ ആൻഡ് ഇറ്റ്സ് പവർ, പിന്നെ റൂൾ മേക്കിംഗ് പ്രൊസീജിയർ. ഇതെല്ലാം നമ്മളെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലും എടുത്തത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെടുത്തത് ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ. മറ്റൊന്ന് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം. മറ്റൊന്നായിരുന്നു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്ര ജുഡീഷ്യറി. ഇപ്പോൾ നീതിയുമായിട്ടും അവകാശവുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ എടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പിന്നെ അയർലൻഡ് എന്നാണ് നമ്മൾ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മളെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന സിസ്റ്റം, അതായത് അത് നമ്മളെടുത്തത്, അതിനെ പറയുന്ന പേര് ക്വാസി ഫെഡറൽ എന്നാണ്, അർദ്ധ ഫെഡറൽ. ഇത് നമ്മളെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, കാനഡയിൽ നിന്നാണ് കേട്ടോ. ദെൻ ദ റെസ്യൂജറി പവർ അഥവാ അവശിഷ്ട അധികാരം എന്ന് വെച്ചാൽ ന്യൂ സബ്ജക്റ്റുകളൊക്കെ കേന്ദ്രത്തിൻ്റെ അധികാരത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു ആശയം നമ്മളെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 ആശയങ്ങളാണ് എടുത്തത്. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മളെടുത്തതാണ് കൺകറൻ്റ് ലിസ്റ്റ് അഥവാ സംയുക്ത പട്ടിക. അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മളെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാം എന്ന ആശയം നമ്മളെടുത്തത് ദക്ഷിണാഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന ചാപ്റ്റർ 2-ൽ നമ്മൾ പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 അഥവാ നീതിന്യായ പരിഹാരത്തിന് അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഭരണഘടനാ പ്രതിവിധി. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കാനുള്ള അവകാശം, അതിന് കോടതി വഴിയെ നേടിയെടുക്കാനുള്ള അവകാശത്തെയാണ് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഹൃദയവും ആത്മാവും എന്ന്. അത് ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. സുപ്രീം കോടതിയിൽ നമുക്ക് നേരിട്ട് ഭരണഘടന
മൗലികാവകാശ വിഷയങ്ങൾ പോകാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിയിൽ നമുക്ക് മൗലികാവകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടാൽ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നതിന് ആർട്ടിക്കിൾ 226 ആണ്, 226. സുപ്രീം കോർട്ടിൽ 32, ഹൈക്കോർട്ടിൽ 226, 226. ഈ വകുപ്പുകൾ പ്രകാരമാണ് നമുക്ക് നേരിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ പറ്റുന്നത്. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട്, തൊട്ടുകൂടായ്മ നിരോധന നിയമം നമ്മൾ 1955 കൊണ്ടുവന്നത്. വിദ്യാഭ്യാസം നേടുവാനുള്ള വിദ്യാർത്ഥികളുടെ, അതായത് ചൈൽഡിൻ്റെ അവകാശത്തെ 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ അവകാശം ആർട്ടിക്കിൾ 21A കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാകുന്നത്, മൗലിക ചുമതലയാകുന്നത് ആർട്ടിക്കിൾ 51K. ഓക്കെ. റിട്ടുകളിൽ ഹാബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം പ്രസൻറ്റ് ദ ബോഡി, ശരീരം ഹാജരാക്കുക എന്നതാണ്. ഓക്കെ. ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, മൗലിക ചുമതല ഉൾപ്പെടുത്തിയത്. ഇത് ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? സരൺ സിംഗ് കമ്മീഷനാണ് കേട്ടോ, സരൺ സിംഗ് കമ്മീഷൻ. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗം പാർട്ട് 3. രാഷ്ട്രത്തിനുള്ള നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് 4. മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് 4A. ഓക്കെ. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40 ആണ്. ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി FPTP ആണ്. രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതി PR സിസ്റ്റം, STV ആണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അതായത് ആനുപാതിക പ്രാതിനിധ്യത്തിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ പ്രകാരമാണ് രാജ്യസഭ MP തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324, 324, 326 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഥവാ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. സാധാരണ ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചോദിക്കും, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ, അത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഓരോ സമയത്തും അത് ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലങ്ങൾ രൂപീകരിക്കുന്നത് ആര്? ഇലക്ഷൻ കമ്മീഷനാണോ മണ്ഡല പുനർനിർണയ കമ്മീഷനാണോ? ചിലപ്പോൾ നിങ്ങളൊരു ഡൗട്ടാക്കുന്നൊരു ചോദ്യം, കൺഫ്യൂഷൻ ആക്കുന്നൊരു ചോദ്യമാണ്. അതിൽ മണ്ഡല പുനർനിർണയ കമ്മീഷൻ, ഡീലിമിറ്റിംഗ് കമ്മീഷനാണ് കേട്ടോ. അതിർത്തി പുനർനിർണയ കമ്മീഷൻ, മണ്ഡല പുനർനിർണയ കമ്മീഷനാണ് മണ്ഡലങ്ങൾ രൂപീകരിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം, അത് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള ഒരു രാജ്യം, അത് ശ്രീലങ്കയാണ്. കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ തലവൻ, അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രൈം മിനിസ്റ്ററാണ്. കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രൈം മിനിസ്റ്റർ. കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡൻ്റാണ്. ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് എന്ന പോസ്റ്റിൻ്റെ ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 52 പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡൻ്റ് നിലവിൽ വരുന്നത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിന് വോട്ടർമാരെ പറയുന്ന പേര് ഇലക്ട്രൽ കോളേജ് എന്നാണ്. ഇലക്ട്രൽ കോളേജ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന വോട്ടേഴ്സിനെ പറയുന്ന പേര് ഇലക്ട്രൽ കോളേജ് എന്നാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേര് ഇംപീച്ച്മെൻറ്റ് എന്നാണ്. എന്താണ് ഇംപീച്ച്മെൻറ്റ്? രാജ്യസഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്, ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി ആർട്ടിക്കിൾ 63 ആണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പറ്റി പറയുന്ന ആർട്ടിക്കിൾ 74 കേട്ടോ, 74. ഇന്ത്യയിലെ പ്രധാന സിവിൽ സർവീസ് ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ്. അപ്പോൾ സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇതാണ് ഇന്ത്യയിലെ പ്രധാന സിവിൽ സർവീസുകൾ. രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗത്തെ പറയുന്ന, അതായത് നിയമങ്ങൾ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ രാജ്യത്തെ നടപ്പിലാക്കുന്ന വിഭാഗമാണ്
എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രാജ്യസഭ എന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ്, അപ്പർ ഹൗസാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയായിരിക്കും. രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് STVPRൽ, അതായത് നമ്മുടെ ആനുപാതിക പ്രാതിനിധ്യത്തിലെ ഏക കൈമാറ്റ വ്യവസ്ഥ പ്രകാരമാണ് രാജ്യസഭ MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ഒരു MP-യുടെ കാലാവധി 6 വർഷമാണ്. എന്നാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 3-2 ആളുകൾ അത് പിരിഞ്ഞു പോകും. ഇറ്റ്സ് എ പെർമനൻ്റ് ഹൗസ്, അതൊരു സ്ഥിരം സഭയാണ്. ലോക്സഭ ഹൗസ് ഓഫ് പീപ്പിളാണ്, ജനങ്ങളുടെ സഭയാണ്. ലോവർ ഹൗസാണ്, അധോ സഭയാണ്. പിന്നെ ബജറ്റ് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് FPTP പ്രകാരമാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. 5 വർഷമാണ് അതിൻ്റെ കാലാവധി. വേണമെങ്കിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാൽ പ്രസിഡൻറ്റിന് കാലാവധിക്ക് മുന്നേ തന്നെ അത് പിരിച്ചുവിടാനും പറ്റും. പിന്നെ രാജ്യസഭയിൽ ടോട്ടൽ അംഗസംഖ്യ 250 അതിൽ 238 പേരെയാണ് നമ്മൾ STV പ്രകാരം, സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്, അതായത് ഏക കൈമാറ്റ വോട്ട് പ്രകാരം തിരഞ്ഞെടുക്കുന്നത്. ബാക്കി 12 പേരെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ 12. രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ സഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മൂവ്മെൻറ്റ്, അത് കൊണ്ടുവരിക ലോക്സഭയിലാണ്. ഓക്കെ, അത് ലോക്സഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. അതേപോലെ ബജറ്റും ലോക്സഭയിലാണ് അവതരിപ്പിക്കാൻ പാടുള്ളൂ. അതിന് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ജഡ്ജിമാരെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയുടെ പേരാണ് കൊളീജിയം. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും അടങ്ങുന്നതാണ് കൊളീജിയം. 2014 99ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ NJAC എന്ന ഒരു പേരിൽ സ്ഥിരം സമിതി നിലവിൽ വന്നിട്ടുണ്ട്. PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താൽപ്പര്യ ഹർജി, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതികളിൽ സമർപ്പിക്കപ്പെടുന്ന ഹർജിക്കാണ് പൊതു താൽപ്പര്യ ഹർജി എന്ന് പറയപ്പെടുന്നത്. ഇനി ഫെഡറലിസം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് സബ്ജക്റ്റുകൾ തന്നിട്ട് ഇത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണോ, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണോ, കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണോ ചോദിക്കും. കുറച്ച് ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റുകളും അത് ആരുടെ അധികാരത്തിലാണെന്ന് നോക്കാം. പ്രതിരോധം, വിദേശകാര്യം, യുദ്ധം, ബാങ്കിങ്, റെയിൽവേ, പിന്നെ ടെലികോം, ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്. കൃഷി, അതേപോലെ ആർമി, വാർ ആൻഡ് പീസ് ഒക്കെ കേന്ദ്ര അധികാരത്തിൽപ്പെട്ടതാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടത് കൃഷി, പോലീസ്, ജയിൽ, LST ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, വ്യാപാരം, വാണിജ്യം, മൃഗസംരക്ഷണം, ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. വിദ്യാഭ്യാസം, ഫോറസ്റ്റ്, വനങ്ങൾ, വിവാഹമോചനം, ഇതെല്ലാം കൺകറൻറ്റ് ലിസ്റ്റാണ്, അഥവാ സംയുക്ത പട്ടികയാണ്. രാഷ്ട്രപതിക്ക് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ഭരണഘടനാപരമായ അധികാരം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356 356. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരു കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻ. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന ചാപ്റ്ററിൽ നിന്നും LSTയുടെ പിതാവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പണാണ്. റിപ്പൺ പ്രഭുവാണ്. അദ്ദേഹം 1882 കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സംവിധാനം എന്നതിന് ആധുനിക ഇന്ത്യയിൽ ഒരു തുടക്കമിട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തെ LSTയുടെ തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ലോർഡ് റിപ്പൺ.
പിന്നെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. ഭരണഘടനയുടെ 368 അഥവാ 368 വകുപ്പ് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. 1973 ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പാർലമെൻറ്റിന് മാറ്റം വരുത്താൻ അധികാരമില്ല, ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന ഒരു സുപ്രധാനമായ നിരീക്ഷണം സുപ്രീം കോടതി നടത്തി. അത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അത് ദ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന സ്വഭാവം മാറ്റം വരുത്താൻ പാടില്ല എന്ന വിധി സുപ്രീം കോടതി നടത്തിയത് കേശവാനന്ദ ഭാരതി കേസിലാണ് 1973. പുസ്തകങ്ങൾ പരിചയപ്പെടാം. നമ്മൾ പറഞ്ഞ സാത്താനിക് വേഴ്സസ്, അത് സൽമാൻ റുഷ്ദിയാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, അത് നെൽസൺ മണ്ടേലയാണ്. പിന്നെ ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള മോചനം, അത് ഓങ് സാങ് സൂചിയാണത്, മ്യാൻമാറിൻ്റെ. വാട്ടർ, ദീപ മേത്ത. പിന്നീട് ഓൺ ലിബർട്ടി എന്ന പുസ്തകം JS മില്ലാണ് നടത്തിയത്. പിന്നെ വെയിൽ ഓഫ് ഇഗ്നറൻസ് എന്നത് ജോൺ റൗൾസിൻ്റെ നീതി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ്. അജ്ഞതയുടെ മൂടുപടം, വെയിൽ ഓഫ് ഇഗ്നറൻസ്. പിന്നെ ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ചോദിക്കുന്ന വൺ വേർഡുകൾ ഈ ചാപ്റ്ററിൽ പുസ്തകത്തിൽ നിന്ന് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ.